ആദർശ് നയനയോട് പറയുന്നുണ്ട്, നമുക്ക് കുറച്ച് പുതിയ കളക്ഷൻസ് ഒക്കെ ഇറക്കണം. നയന കളക്ഷൻസിനിപ്പോ ഒരുപാട് ഡിമാൻഡൊക്കെ ഉണ്ട്. എല്ലാവരും ചോദിച്ചു വരുന്നതേ നയന കളക്ഷൻസാ. വിഷുവൊക്കെ അല്ലേ വരുന്നത്, ഇനിയിപ്പോ കല്യാണ സീസണുമായി. അതുകൊണ്ട് നമുക്ക് കുറച്ചധികം കളക്ഷൻസ് ഒക്കെ ഇറക്കണം. അത് ചേട്ടാ, എന്റെ മനസ്സിൽ ഒരുപാട് ഡിസൈൻസ് ഒക്കെ തോന്നുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാ മുത്തശ്ശൻ പറഞ്ഞിരുന്നു, മുത്തശ്ശന്റെ കൂട്ടുകാരന്റെ പേരക്കുട്ടിയുടെ കല്യാണമാണ്. ആ കുട്ടിക്ക് നിന്റെ കളക്ഷൻസ് എല്ലാം ഒരുപാട് ഇഷ്ടാ. അപ്പൊ പിന്നെ ആ കുട്ടി ഒരു സജഷൻ പറഞ്ഞിരുന്നു മുത്തശ്ശന്റെ അടുത്ത്. ഇതുവരെ ആരും ഡിസൈൻ ചെയ്യാത്ത കുറച്ച് കളക്ഷൻസ് എല്ലാം വേണമെന്നോ വെഡിങ്ങിന് അണിയാനായിട്ട്. അപ്പോൾ നീ തന്നെ അതെല്ലാം ഒന്ന് ഡിസൈൻ ചെയ്യണം. പരമ്പരാഗത ഡിസൈനിൽ ഒരു ആൻറ്റിക് ടെക്സ്റ്റോട് കൂടിയാണ് ആ പെൺകുട്ടിക്ക് വേണമെന്ന് പറഞ്ഞത്. അത് ഡിസൈൻ ചെയ്യേണ്ടത് നയനേച്ചി തന്നെ ആവണമെന്നും പറഞ്ഞിരുന്നുവെന്ന് മുത്തശ്ശൻ പറഞ്ഞു. പഴയ രീതിയിലുള്ള കാശിമാല, മുല്ലമുട്ടുമാല അതൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ടച്ചിൽ വരുന്ന പുതിയ കുറച്ച് കളക്ഷൻസ്, അതാണ് ആ കുട്ടിയുടെ മനസ്സിൽ. നീ നിന്റെ രീതിക്ക് ഒരു ഡിസൈൻ ചെയ്ത് നോക്ക്. നിന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് പേപ്പറിൽ എത്രയും വേഗം വരയ്ക്കുമല്ലോ. ഇടയ്ക്ക് നീ അതൊക്കെ ഒന്ന് നോക്ക് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. നയനയ്ക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. എല്ലാവർക്കും തൻ്റെ കളക്ഷൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച്. അങ്ങനെ നയന തനിയെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആ കുട്ടി പറഞ്ഞ രീതിക്കുള്ള ഒരുപാട് നല്ല കളക്ഷൻസിൻ്റെ ഫോട്ടോസ് എല്ലാം നയന വരച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. അനാമികയ്ക്ക് ഇതൊന്നും അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇതിപ്പോ ഓഫീസിലെ ജോലി കഴിഞ്ഞാൽ അവൾ ഇവിടെ വന്നും ജോലി ചെയ്യാ, വേറൊരു പണിയുമില്ലല്ലോ, ചുമ്മാ ഇരുന്ന് ഈ വരച്ചാ മതി, ലക്ഷങ്ങളല്ലേ സമ്പാദിക്കുന്നേ എന്നൊക്കെയായിരിക്കും അനാമികയുടെ മനസ്സിൽ. അനാമിക നയനയുടെ അടുത്തോട്ടങ്ങ് ചെല്ലുന്നുണ്ട്. അല്ല, ഇപ്പോൾ ഓഫീസിൽ നിന്ന് കിട്ടുന്നത് പോരാഞ്ഞിട്ട് വീട്ടിലിരുന്നും ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണോ? അതെന്താ അനാമികെ നീ അങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എൻ്റെ മനസ്സ് തോന്നിയ എന്തെങ്കിലും ചിത്രങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പേപ്പറിലോട്ട് പകർത്താറുണ്ട്. അതുപോലെ കുറച്ച് കളക്ഷൻസ് ആദർശേട്ടൻ ചെയ്യാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ടാ ഞാനിപ്പോൾ ഇരുന്ന് വരയ്ക്കുന്നേ. അതിനിപ്പോൾ നിനക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. നീയും നിന്റെ ചേച്ചിയും അനിയത്തിയും ഒക്കെ പൈസയുള്ള കൊമ്പത്ത് കയറി പിടിക്കും, എന്നിട്ട് കിട്ടുന്നിടത്തോളം ഒക്കെ കയ്യിലാക്കും. അതല്ലേ നിങ്ങളുടെ ശീലം. ദേ അനാമികെ, അനാവശ്യം പറയാൻ നിൽക്കല്ലേ. നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ ഞാൻ എങ്ങനെയാ സംസാരിക്കണ്ടേ? നീ ഇപ്പോൾ ഓഫീസിൽ പോയി ഇപ്പോൾ മാസം ലക്ഷങ്ങളല്ലേ സമ്പാദിക്കുന്നേ? അതൊക്കെ നിന്റെ അക്കൗണ്ടിലോട്ട് തന്നെയല്ലേ വരുന്നത്. ഞാൻ ആദർശേട്ടനോടും അതുപോലെ അച്ഛനോടും മുത്തശ്ശനോടൊക്കെ പറഞ്ഞതാ എനിക്ക് അവിടെ ജോലി ചെയ്യുന്നതിന് പൈസ വേണ്ട എന്ന്. ആദർശേട്ടൻ്റെയും മുത്തശ്ശൻ്റെയും നിർബന്ധം കൊണ്ടാ എൻ്റെ അക്കൗണ്ടിലോട്ട് ആ പൈസയൊക്കെ വരുന്നത്. അതിനിപ്പം ഞാൻ എന്താ അനാമിക ചെയ്യണ്ടേ? നീയൊന്നും ചെയ്യണ്ട. കിട്ടുന്നതെല്ലാം നീ സ്വന്തമാക്കി അങ്ങ് അടക്കി വെക്ക്. ഈ വീട്ടിലെ ആണുങ്ങളെ മൊത്തം വശീകരിച്ച് വെച്ചിരിക്കുകയല്ലേ നീയും നിന്റെ അനിയത്തിയും ചേച്ചിയും ഒക്കെ. ഇനിയിപ്പോ നിന്റെ അനിയത്തി SI ആയിക്കഴിഞ്ഞാലേ പിന്നെ ഇവിടെ മൊത്തം ഭരിക്കുന്നത് നീ തന്നെ ആയിരിക്കും. ഇനിയിപ്പോ സ്വത്തുക്കളൊക്കെ നിന്റെ പേരിലായിരിക്കോ മുത്തശ്ശൻ എഴുതി വെക്ക. അവർ ചിലപ്പോ അങ്ങനെയും ചെയ്യാൻ വഴിയുണ്ട്. എനിക്ക് ഈ വീട്ടിലെ സ്വത്തും പണവും ഒന്നും ആഗ്രഹമില്ല. നിന്റെയും നിന്റെ വീട്ടുകാരുടെയും ദുഷിച്ച മനസ്സൊന്നുമല്ല എനിക്ക് എൻ്റെ വീട്ടുകാർക്കും. എടി നീ എന്താ പറഞ്ഞേ? എനിക്ക് എൻ്റെ വീട്ടുകാർക്കും ദുഷിച്ച മനസ്സാണെന്നോ? അതെ, നിനക്ക് നിന്റെ വീട്ടുകാർക്കും അങ്ങനത്തെ മനസ്സ് തന്നെയാ. സ്വത്തിനും പണത്തിനും വേണ്ടി ആളുകളെ കൊല്ലാനും നിനക്കൊന്നും ഒരു മടിയില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എടി, നീ എൻ്റെ അച്ഛനമ്മയും കുറിച്ച് പറയുന്നോ? അവളുടെ ഒരു ഡിസൈൻ ഇനി നീ വരയ്ക്കണ്ട എന്നും പറഞ്ഞ് നയന വരച്ചതെല്ലാം കീറി നിലത്തിടുന്നുണ്ട്. എന്താ അനാമികെ നീ എന്താ കാണിച്ചേ? അതൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് വരച്ചതാണെന്നറിയോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഇത് കണ്ട് ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ നയനെ, എന്താ കാര്യം? അത് ചേട്ടാ, ഇവിടെ ഞാൻ വരച്ചോണ്ടിരിക്കുന്ന പേപ്പർ കീറിക്കളഞ്ഞു. അനാമികെ നീ എന്ത് പണിയെ കാണിച്ചേ? നയന നിന്നെ എന്തെങ്കിലും ദ്രോഹിക്കാനായിട്ട് വരുന്നുണ്ടോ? നീ എന്തിനാ നയനയോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? അവളെ എന്തിനാ നീ ഉപദ്രവിക്കുന്നേ? മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ നീ നിന്നാ മതി. അത് ചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെയും എൻ്റെ വീട്ടുകാരെയും മോശമായിട്ടാ നിങ്ങളുടെ ഭാര്യ സംസാരിച്ചത്. അതുകൊണ്ടാ അത് ഞാൻ കീറിക്കളഞ്ഞത്. ഇനി എൻ്റെ വീട്ടുകാരെയോ എന്നെയോ പറഞ്ഞാലേ ഞാൻ ഇതുപോലെയൊക്കെ തന്നെ ചെയ്യും. ഇതൊക്കെ കണ്ട് ദേവിയാനി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ ആദർശേ, എന്താ ഇവിടെ ഇത്ര ബഹളം? ദേവിയാനി നോക്കുന്നത് നയനയുടെ മുഖത്തോട്ടായിരിക്കും. നയനയാണെങ്കിൽ ആകെ കരഞ്ഞു നിൽക്കുമായിരിക്കും. നയനയുടെ മുഖം കാണുമ്പോൾ ദേവിയാനിക്ക് സഹിക്കുന്നുണ്ടായിരിക്കില്ല. എന്താ ഇവിടെ നയനെ, നീ എന്തിനാ കരയുന്നേ? എന്താ ഉണ്ടായേ എന്നൊക്കെ ദേവിയാനി ചോദിക്കുന്നുണ്ട്. അമ്മേ, അതൊക്കെ ഈ അനാമികയോട് ചോദിക്കുക. നയന ഇവിടെ വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
ആ സമയത്ത് അതും ഇതും പറഞ്ഞ് അനാമിക ഇങ്ങോട്ട് വന്നു. നയന വരച്ച ഡിസൈൻസ് എല്ലാം അവള് കീറി കളഞ്ഞു അമ്മേ. പിന്നെ ഞാൻ എങ്ങനെയാ പ്രതികരിക്കണ്ടേ? അനിയെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാൻ ഇവളെ 4 കൊടുത്തേനെ. കേട്ടോ വല്യമ്മേ, ആദിശേട്ടൻ പറഞ്ഞത് കേട്ടോ, എന്നെ തല്ലുവെന്ന്. എന്താ അനാമികെ, നീ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നേ? തല്ലേണ്ട തെറ്റ് തന്നെയാ നീ ചെയ്തിരിക്കുന്നേ. നയന ഇപ്പൊ ഓഫീസിലോട്ട് പോകുന്നതും അവിടെ സഹായിക്കുന്നതൊക്കെ നിനക്ക് നന്നായിട്ട് അറിയുന്നല്ലേ. അവളിവിടെ വന്നിട്ടും ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് വരും. അവള് കാരണേ കോടികളാ മൂർത്തീസ് ജ്വല്ലറിക്ക് ലാഭം കിട്ടിയിരിക്കുന്നത്. നീ എന്തിനാ അവള് വരച്ച ഡിസൈൻസ് ഒക്കെ കീറിക്കളഞ്ഞത്? ഇവള് വരയ്ക്കുന്ന പോലെ ഒരു ഡിസൈൻ നിനക്ക് വരയ്ക്കാൻ കഴിയോ? നിനക്കതിനുള്ള കഴിവുണ്ടോ? കഴിവുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കണം. ഇത്തവണ ഇത് ഞാൻ ക്ഷമിക്കും. ഇനി മേലാല് നയനയെ എന്തെങ്കിലും രീതിയിൽ നീ ശല്യപ്പെടുത്താനോ അവളെ വിഷമിപ്പിക്കാനോ ചെന്നാല് ഇങ്ങനെയായിരിക്കില്ല ഞാൻ പ്രതികരിക്കാം. അല്ല, അപ്പോ വല്യമ്മ പറഞ്ഞത് അവൾക്കെല്ലാ കഴിവുകളും ഉണ്ട്, എനിക്കൊരു കഴിവില്ലെന്നല്ലേ? അപ്പോ അവൾ ഓഫീസ് പോകുന്നത് കഴിവുള്ളതുകൊണ്ടാണോ? അതെ, അവളുടെ കഴിവ് കൊണ്ട് തന്നെയാ അവൾ ഓഫീസിലോട്ട് പോകുന്നത്. അതിന് നിങ്ങൾക്കൊക്കെ അവളുടെ കഴിവുകളല്ലേ കണ്ണില് കാണൂ. എനിക്കും അറിയാം പല കാര്യങ്ങളും. എന്നെ ഇവിടെ ആരും പ്രോത്സാഹിപ്പിച്ച് ഓഫീസിലോട്ട് പറഞ്ഞു വിടുന്നൊന്നുമില്ലല്ലോ. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ തന്നെ കിടക്കണം. ഇവിടെ കിടന്ന് നരകിക്കാനാ എന്റെ വിധി. ഇത് കേട്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വരുന്നുണ്ട്. മുത്തശ്ശനെ കാണുന്നതും അനാമിക്കൊന്ന് പേടിയാവുന്നുണ്ട്. അല്ല, എന്താ ദേവ്യാനി, ഇവിടെ എന്താ പ്രശ്നം? നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നേ? ഈ വീട്ടില് എപ്പോഴും ഓരോരുത്തരായിട്ട് വഴക്കാണല്ലോ. എന്താ കാര്യം? ആദർശേ, എന്താ പ്രശ്നം? മുത്തശ്ശ, ഒന്നും പറയണ്ട. നയന വരച്ചിരുന്ന ഡിസൈൻസ് എല്ലാം അനാമിക വന്ന് കീറിക്കളഞ്ഞു. ഇപ്പോ നയനയ്ക്ക് കഴിവുണ്ട്, അതുകൊണ്ടാ അവളെ ഓഫീസിലോട്ട് വിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇവളുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാ പറയുന്നേ. അനന്തപുരിയിലെ പെണ്ണുങ്ങളാരും ജോലിക്കായിട്ട് പുറത്തോട്ട് പോവാറില്ല. ഇനിയിപ്പോ നയന പോകുന്നതിലാണെങ്കിൽ നയന നമ്മുടെ ഓഫീസിലോട്ടാ പോകുന്നത്. അനാമികയ്ക്ക് എന്താ അതിലിത്ര പ്രശ്നം? അല്ല മുത്തശ്ശ, എനിക്ക് സങ്കടമുണ്ട്. എനിക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. അവൾ ഏതൊക്കെ രീതിക്കാ നിങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നേ? അവളൊരു ചിത്രം വരച്ചാ എന്തൊക്കെ ആഘോഷം. അതുപോലെ ഞാനും എൻ്റെ കഴിവുകൾ തെളിയിക്കട്ടെ. എനിക്കൊരു അവസരം താ. ദേ അനാമികെ, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ ഇവളെ വിളിക്കരുതെന്ന്. നിന്റെ ഏട്ടത്തിയാ, ഏട്ടന്റെ ഭാര്യ. അപ്പോ ഏട്ടത്തി എന്ന് തന്നെ വിളിക്കണം. അനാമികയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അനാമിക ഇനി തൊട്ട് ഓഫീസിലോട്ട് പോ. എല്ലാ കാര്യങ്ങളും നല്ല പഠിക്ക് നോക്ക്. അനിക്കിപ്പോ എന്തായാലും 3 ഷോറൂം ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ അനിയുടെ കൂടെ നാളെ തൊട്ട് തന്നെ ഓഫീസിലോട്ട് പോണം. സ്ഥിരമായി പോണം. അതിനിടയിൽ എന്നെ കൊണ്ടാവില്ല എന്നും പറഞ്ഞ് നിർത്താനൊന്നും നിൽക്കരുത്. ഞാൻ സ്ഥിരമായിട്ട് പൊക്കോളാം. എനിക്കും അറിയാം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന്. ഒരു ഷോറൂം ഞാൻ തന്നെ നോക്കി നടത്തിക്കോളാം. അങ്ങനെയാണെങ്കിൽ 1 മാസം നീ നോക്കി നടത്ത്. എന്താ നടക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. അബിക്കും ഇതുപോലെ അവസരങ്ങൾ കൊടുത്തതായിരുന്നു. അബി ചെയ്തതൊക്കെ നിനക്കും അറിയുന്നതല്ലേ. അതുപോലെയൊന്നും ആവാതെ നീ ശ്രദ്ധിച്ചാ മതി. അതുമാത്രമല്ല, നീ ഇപ്പൊ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. നയന വരച്ച ഡിസൈൻസാ. അത് നിനക്ക് കീറിക്കറിയാനുള്ള അവകാശമൊന്നുമില്ല. നീ അവളോട് മാപ്പ് ചോദിക്ക്. മുത്തശ്ശ, അതൊന്നും പറ്റില്ല. ദേ അനാമികെ, നീ എൻ്റെ ഒരു മുഖയെ കണ്ടിട്ടുള്ളൂ. നീ നയനയോട് മാപ്പ് ചോദിക്കാതെ നിന്റെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല. വേണ്ട മുത്തശ്ശ, അതൊന്നും വേണ്ട. നീ അതേ പറയൂവെന്ന് എനിക്ക് നന്നായി അറിയാം മോളെ. പക്ഷെ അങ്ങനെയല്ല. ഇവള് നിന്റെ അനിയത്തിയാ. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് മാപ്പ് ചോദിക്കുക തന്നെ വേണം. മാപ്പ് ചോദിക്കുക അനാമികെ. അങ്ങനെ നയനയുടെ അടുത്ത് ചെന്ന് അനാമിക മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട് ദേവിയെനിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്.